നമസ്കാരം. ഈ നാവ് കൊണ്ട് ഡയലോഗ് അടിക്കുന്നവരെ എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് നോക്കിയാൽ മതി. കണ്ടില്ലേ? ഈ നമ്മുടെ വേനൽക്കാലം അവസാനിക്കുകയാണ്. അതിന് തൊട്ടു മുന്നോടിയായിട്ട് കാലവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ഒന്ന് ഉച്ചവരെ മഴ പെയ്തു. തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങിയൊരവസ്ഥ. കിഴക്കേക്കോട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കച്ചവടക്കാരുടെ സ്ഥാപനങ്ങളിൽ വരെ മലിനജലം ഒഴുകിക്കയറി. എന്തൊരു ബ്ലൂ പ്രിന്റ് വികസനമാണ്! ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാൽ അയ്യോ ഞങ്ങൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഇത് ഞങ്ങളുടെ കുറ്റമല്ല, മറ്റാരുടെയെങ്കിലും തലയിൽ വെക്കുക എന്നാണ്. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇന്നിപ്പോൾ ഈ വിഷയം ഉണ്ടായപ്പോൾ മേയറുടെ പ്രതികരണം കൊടുക്കുന്നത് കേട്ടു. അതായത് ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മഴയ്ക്ക് മുന്നേ ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കാര്യം ഓർക്കുക, തിരുവനന്തപുരം നഗരത്തിലെ അവസ്ഥയാണ്. ഇന്നിപ്പോൾ മഴ പെയ്തപ്പോൾ ഒരു പ്രത്യേകതരം മഴ പെയ്തു എന്ന് മേയറുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുകയാണ്. അതായത് ഞങ്ങളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം ഈ മാലിന്യങ്ങൾ എങ്ങനെ പ്ലാസ്റ്റിക് എല്ലാം ഉൾപ്പെടെ ഈ മഴയോടൊപ്പം ആകാശത്ത് നിന്ന് വന്നതാണ്, അതങ്ങ് പെയ്തിറങ്ങി ഈ നാട് മുഴുവൻ ഇങ്ങനെ മാലിന്യമായതിന് ഞങ്ങൾക്ക് വല്ല ചെയ്യാൻ പറ്റുമോ? അതാണല്ലോ വാചകം. ഇത്രയും കാലം, അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങൾക്ക് മുന്നേ എടുത്താൽ ഏതെങ്കിലും ഒരു മഴ പെയ്തതിന് ശേഷം നഗരത്തിൽ ഇങ്ങനെ മാലിന്യം റോഡുകളിലും അല്ലെങ്കിൽ കടകൾക്കകത്ത് അത്രയും കൂമ്പാരം കൂടിയ സാഹചര്യം ഉണ്ടോ? ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ്? ഇവർക്ക് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ച് അറിയില്ല. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഒരിടത്തു നിന്നെടുത്ത് അപ്പുറത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അതായത് കടകളിൽ നിന്ന് തൂത്തുവാരി എടുത്ത് ഓടയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഓട ക്ലീൻ ചെയ്യാതിരുന്നു. മഴ പെയ്തപ്പം വെള്ളം ഒഴുകി പോകാൻ പറ്റിയില്ല. പൊടുന്നനെ വെള്ളം പൊങ്ങി നഗരം മുഴുവൻ മാലിന്യ കേന്ദ്രമായി മാറി. ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ കഴിവ് മനസ്സിലാക്കുന്ന എപ്പോഴാണ്? എന്തെങ്കിലും ഷോ ഓഫ് കാണിക്കുമ്പോഴല്ലല്ലോ. ഇന്നത്തെ ആ ദൃശ്യങ്ങൾ നോക്കിയേ. ഈ അടുത്ത കാലത്ത് എങ്ങാനും കിഴക്കേക്കോട്ട ഉൾപ്പെടെയുള്ള പ്രദേശം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടോ? മലിനജലം ഓട പൊട്ടി ഒഴുകി നഗരത്തിൽ മുഴുവൻ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ തൊഴിലാളികളുടെ ഒരു ഗതികേട് കൂടി നോക്കിയേ. ഒരു ഗ്ലൗസ് പോലും കൊടുക്കാതെ ഈ മലിനജലത്തിൽ കൈയിട്ട് പ്ലാസ്റ്റിക്കുകൾ നീക്കേണ്ട അവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരും ആഹാരം കഴിക്കുന്നവരല്ലേ? അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ? നിങ്ങൾക്ക് റെയിൽവേയിൽ വീണ് മരിച്ച ജോയി അറിയില്ലേ? ഏത് റെയിൽവേ അധികൃതർ വിളിച്ചിറക്കിയത്? ഒരു പ്രിവിലേജും ഇല്ലാത്ത മനുഷ്യർക്ക് ഒരു സുരക്ഷിതമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരൊക്കെ കഴിവുറ്റവരാണെന്ന് പ്രചരിപ്പിക്കുന്നവർ ആ വാക്കുകൾക്കപ്പുറം യഥാർത്ഥ പ്രവൃത്തിയിൽ കാണുന്ന കാഴ്ച എന്താണ്? ഇതൊക്കെ നാട്ടുകാർ കാണേണ്ടതല്ലേ? കണ്ട് വിലയിരുത്തേണ്ട കാഴ്ചയല്ലേ? ഒരു ഭരണസമിതി വന്നു കഴിഞ്ഞാൽ അവർ മികച്ചതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന എപ്പോഴാണ്? ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര കൃത്യമാണെന്ന് അറിയുമ്പോഴാണ്. ഇവർ അധികാരത്തിൽ വന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് കോർപ്പറേഷനിൽ പുതിയ ഭരണസമിതി വരുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഡിസംബർ തൊട്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് കംപ്ലീറ്റ് ആയി ജൂണിലേക്ക് തുടങ്ങാൻ പോവുകയാണ്. അതായത് 7 മാസമായി. 7 മാസത്തിന് ശേഷമാണ് ഈ നാട്ടിൽ കാലവർഷം വരാൻ പോകുന്നത്. അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണല്ലോ. ഡൽഹിയിലൊക്കെ ടൂർ പോയി അടിച്ചു പൊളിച്ച് വന്നപ്പോഴാണ് ആറ്റുകാൽ പൊങ്കാല വന്നത്. എന്തായിരുന്നു ആ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട മാലിന്യ നീക്കത്തിൽ സംഭവിച്ചത്? നാട് മുഴുവൻ കണ്ടതാണല്ലോ. മാലിന്യ നീക്കം കുറച്ച് ക്യാമറകളെ കൊണ്ടുവന്ന് ചില പ്രദേശങ്ങളിൽ മാത്രം വെള്ളം അടിച്ചതിന് ശേഷം എല്ലാം ഞങ്ങൾ ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞു. അവസാനം നിങ്ങൾ ദൃശ്യം കണ്ടില്ലേ? ആ മാലിന്യങ്ങളെല്ലാം കൂടി വാരി നേരെ ഈഞ്ചക്കലിൽ കൊണ്ടുവന്ന് KSRTCയുടെ പുരയിടത്തിൽ തള്ളി. അത് ഈ മഴക്കാലത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു? ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ അത് ഒഴുകി പ്രദേശത്തെ വീടുകളിലേക്ക് ചെന്ന് കയറാൻ പോകുന്നില്ലേ? ഇത് തന്നെയാണ് ഇത്രയും ദിവസം ഇവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിച്ചത്. എല്ലാം ചെയ്യുന്നുണ്ടെന്ന് മേനി നടിക്കുന്നുണ്ട്. ഓൺലൈൻ മഞ്ഞ ചാനലുകളെ പിന്നാലെ നടത്തിയിട്ട് ഇത് കണ്ടോ മേയറുടെ പ്രവർത്തനം, അത് കണ്ടോ മേയറുടെ പ്രവർത്തനം. ഡെപ്യൂട്ടി മേയറാണെങ്കിൽ തകർക്കുകയാണ്. ഈ തകർക്കുന്നതിന്റെ കാഴ്ചയാണ് നിങ്ങൾ നഗരത്തിൽ കണ്ടത്. വാചക കസർത്തുകൾക്കപ്പുറമുള്ള റിയാലിറ്റി എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ മഴക്കാലം വരാൻ പോവുകയാണ്. ആ മഴക്കാലം വന്നതിന് ശേഷം ഞങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ റിസൾട്ട് എന്താണ് കാണേണ്ടത്? റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ, നഗരം കുളമായി. അപ്പോൾ 7 മാസം എടുത്ത് ഇവർ എന്തെങ്കിലും ചെയ്തിരുന്നു? ഈ നാക്കിട്ടുള്ള ഡയലോഗ് അടിയും കുറച്ച് ക്യാമറ ഷോകൾക്കപ്പുറം ഇവർക്കൊരു ചുക്കും അറിയില്ല. ഡയലോഗ് അടിച്ച് നിൽക്കാനല്ലാതെ മാറാത്തത് മാറും, ബ്ലൂ പ്രിന്റ് വികസനം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ നഗരവാസികൾ വരും കാലങ്ങളിൽ അനുഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നതിന്റെ നേർസാക്ഷ്യമാണ്. ഒറ്റ മഴയിൽ ഇങ്ങനെ മാലിന്യ കൂമാരമായി റോഡും കടകളും എല്ലാം മാറിയെങ്കിൽ അവിടെ ജീവനോപാധിയായി കടയിട്ടിരിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അതിനകത്ത് ഇനി ആൾക്കാർക്ക് കയറി സാധനം മേടിക്കാൻ പറ്റും? അപ്പോൾ ഭരണ മികവ് കൊണ്ട് ആൾക്കാരുടെ വയറ്റത്തടിക്കുന്ന അവസ്ഥ, ആൾക്കാരുടെ ജീവിതം പോലും പൊറുതിമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് ഒറ്റ മഴ കൊണ്ട് തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് നാവ് കൊണ്ട് അവകാശപ്പെട്ടിരുന്ന റിയൽ ബ്ലൂ പ്രിന്റ് വികസനം. നിങ്ങൾക്ക് അനുഭവിക്കാൻ വിധിയുള്ളത് കൊണ്ട് ഈ മോഹന വാഗ്ദാനങ്ങളിൽ നിങ്ങൾ വിരൽ കുത്തിക്കൊടുത്തു. അനുഭവിച്ച് ചീട്ട് വാങ്ങുക അല്ലാതെ നിർവാഹമില്ല എന്ന് പറയേണ്ടി വരികയാണ്.